ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ക്യാരറ്റും കുറച്ച് പാലും പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചുവടുള്ള പാൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസുള്ള 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് 5-10 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ച് നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കുകയും വേണം. പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പാലൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലോട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതിനേക്കാളും മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം മധുരമുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഈ പഞ്ചസാര മെൽട്ടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് വീണ്ടും ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആ വെള്ളം കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. പഞ്ചസാര കാരമലൈസ് ആയി വരുമ്പോൾ അതിലോട്ട് വെള്ളം വരുന്നതാണ്. അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ തന്നെ ആ വെള്ളം അത്യാവശ്യം നന്നായിട്ട് വറ്റി കിട്ടും. അങ്ങനെ ആ വെള്ളം ഒന്ന് വറ്റിയ ശേഷം പിന്നെ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് ഇളക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിത് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അടിക്കൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഇത് കുക്കായി നമുക്കിങ്ങനെ പാനിൽ വിട്ട് കിട്ടുന്ന ആ ഒരു രീതി ആകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല കളറുള്ള ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലഡുവിന് നല്ല കളർ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലോട്ട് ഈ ഒരു സമയത്ത് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കറുത്ത ഉണക്കമുന്തിരിയാണ് ഇതിൽ സാധാരണ കാണാറ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി ഇത് പാനിൽ വിട്ട് വരുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ആക്കി കൊടുക്കാം. ഞാനിവിടെ ഒന്നും ആക്കാതെ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ക്യാരറ്റ് ലഡു കഴിക്കാത്തവരും ട്രൈ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സപ്പ് ചാനലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്.